ഞാൻ UDFിൻ്റെ കൺവീനറായ നാൾ മുതൽ ഞാൻ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം തുറന്നു പറഞ്ഞത് CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ UDFിലേക്ക് വരണം എന്ന് ഞാൻ അവരെ സ്വാഗതം ചെയ്തതാണ്. അപ്പോൾ UDFിലേക്ക് വരണം എന്ന് ഞാൻ പറയുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. ശ്രീ അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അവസരമൊരുക്കിയത് അന്ന് UDF സംവിധാനത്തിലൂടെയാണ് എന്ന കാര്യം ഓർക്കണം എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ CPIയുടെ പ്രധാനപ്പെട്ട പല ആളുകളും, നിരവധി ആളുകൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ആ ബന്ധപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ, അതാണ് മീനാങ്കൽ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവരെ തിരിച്ച് ഇവിടേക്ക് വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവർ വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും തീർച്ചയായിട്ടും. അല്ല ഞങ്ങൾ പലവട്ടം കാണുന്നുണ്ടല്ലോ. ഇത് ഇന്നലെ തുടങ്ങിയല്ല. നിങ്ങളിത് പറഞ്ഞ് നിങ്ങൾക്കിതൊരു പുതിയ വാർത്തയാണെങ്കിൽ ഞങ്ങളിത് CPIയുമായുള്ള ചർച്ചകളും മറ്റും പല രീതിയിലും പലവട്ടം നടന്നിട്ടുള്ളതാണ്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വരുമെന്നുള്ള ഉറപ്പാണോ? സംസ്ഥാന കൗൺസിലിൽ അംഗമായിരുന്ന വ്യക്തിയാണ്, തൊഴിലാളി സംഘടന നേതാവായിരുന്ന വ്യക്തിയാണ്. KPCC പൊതുസംഘടനയിൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വരാനുണ്ട്. മീനാകുമാറിന് എന്തെങ്കിലും പദവി? അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, ഞങ്ങൾ KPCCയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങളാണ്. മണ്ഡലത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ 100ഓളം പ്രവർത്തകർ CPIയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൽ പരിപാടിയോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് 100ഓളം പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്വീകരണം, അങ്ങനെ എന്തെങ്കിലും? 100ഓളം പ്രവർത്തകർ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും 100ഓളം പ്രവർത്തകരല്ല എന്ന് ഞങ്ങളത് കാണിച്ചു തരാം. അതിനുള്ള സമയം വരികയാണ്. ഏത് ഇപ്പോൾ CPIയിലുള്ള വിള്ളൽ കാരണം ആ CPIയുടെ വിള്ളലിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്ത് തന്നെ പലയിടങ്ങളിൽ നിന്നും ഇതിൽ വന്ന് എത്തിച്ചേരാൻ നിരവധി ആളുകളുണ്ട്. അത്തരം ആളുകളെല്ലാം കൂടി ചേരുന്ന ഒരു വലിയ സമ്മേളനം തന്നെ ഇവിടെ നടക്കും. PMC പദ്ധതിയെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാനിത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു അംഗം എന്നുള്ള നിലയിൽ 9/4/2025 തന്നെ പാർലമെൻറ്റിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. ആ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു മറുപടി കേന്ദ്രമന്ത്രി ജൂൺ മാസം 2025 ജൂൺ മാസം 5-ാം തീയതി ജയന്ത് ചൗധരി എന്ന് പറയുന്ന സ്റ്റേറ്റ് മിനിസ്റ്റർ എനിക്ക് ഒരു മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. അവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് 15/9/2022, 28/9/2022, 19/12/2022, 6/2/2023, 13/3/2023, 9/10/2023, 23/2/2024, 7/3/2024. ഇത്രയും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കേന്ദ്രത്തിൽ നിന്നും ഇവിടേക്ക് കത്ത് വന്നിട്ടുണ്ട്. ആ കത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ മന്ത്രിമാർക്ക് കത്ത് വന്നാൽ അവർ ഒന്നുകിൽ അത് മറുപടി കൊടുക്കണം, അതല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാരുമായി ചർച്ച ചെയ്യണം. ആ ചർച്ചകൾ നടത്താതിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ PMC പദ്ധതിയുമായി ഫണ്ട് കൊടുക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് എന്ന് ഉള്ളൊരു മറുപടിയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. എനിക്ക് നൽകുക എന്ന് പറയുമ്പോൾ ഞാനിന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് ഏതാണ്ട് 859 കോടി രൂപ കേരളത്തിന് കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് അവതരിപ്പിച്ചത്. അതിനുശേഷം ഉള്ള നാളുകളിലും വീണ്ടും വർദ്ധിച്ചു വന്നതനുസരിച്ച് ഇപ്പോൾ ഏതാണ്ട് 1600 കോടി രൂപയോളം കേരളത്തിന് അർഹതപ്പെട്ടതാണ്. അതാരുടെ ഔദാര്യമല്ല, ഔദാര്യത്തോടു കൂടി കിട്ടുന്നതല്ല. അത്തരം കാര്യങ്ങൾ ഒക്കെ തന്നെ നേരത്തെ തന്നെ ഞാൻ അവതരിപ്പിച്ചതാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു, അതിനുള്ള മറുപടി കിട്ടിയിട്ടുണ്ട്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പ്രതികരിക്കുന്നത്.